യുദ്ധത്തിൽ ക്രിസ്തു എവിടെയാണ്? ഈ ചോദ്യം എന്നെ അലട്ടുന്നു. The question arises in my head. Where is Christ in this? യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ നാൾവഴികളും യുദ്ധവേളയിൽ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്ന തന്റെ ദൈവവിശ്വാസവും പരിശുദ്ധ മറിയത്തോടുള്ള മാതൃവണക്കവും പങ്കുവച്ചുകൊണ്ടുള്ള ഒരു യുക്രൈൻ കത്തോലിക്ക മാധ്യമപ്രവർത്തകയുടെ പോഡ്കാസ്റ്റ് സീരീസിലെ വാക്കുകളാണ് ഇവ. EWTN നോർവേയിലെ അനുബന്ധ ശാഖയായ സെന്റ് റീത്ത റേഡിയോ ഡയറി ഫ്രം കീവ് എന്ന പേരിൽ ഈ വീഡിയോ സീരീസിന്റെ വിവർത്തന പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചോദ്യത്തിനുള്ള ഉത്തരവും അവൾ തന്നെ തുടർന്ന് പറയുന്നു. He loves us, the Ukrainians, as well as the Russians, the Poles and the Americans. I am sure that there are many people in Russia and Belarus who do not want this war and are protesting to stop the war. We are all his children. However, the devil has taken possession of hearts and blinded them. So there is war, destruction and death. Today my task is to pray, be converted, do good as far as I can, and go through this Golgotha with trust in the Lord, who passed through it first. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. യുക്രൈൻകാരെ, റഷ്യക്കാരെ, പോളിഷ്കാരെ, അമേരിക്കക്കാരെ എല്ലാവരെയും. നാം എല്ലാവരും അവിടുത്തെ മക്കളാണ്. പക്ഷേ പിശാച് ഹൃദയങ്ങളെ വശീകരിച്ച് അവയെ അന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ യുദ്ധവും നാശവും മരണവും ഉണ്ടാകുന്നു. ഇന്ന് എൻ്റെ ദൗത്യം പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക, എന്നാലാവും വിധം നന്മ ചെയ്യുക എന്നതാണ്. ഗാഗുൽത്ത അനുഭവത്തിലൂടെ ആദ്യം കടന്നുപോയ കർത്താവിൽ ആശ്രയിച്ച് ഞാനും ഇതിലൂടെ കടന്നുപോകുന്നു. മറ്റൊരു വീഡിയോയിൽ അവൾ പറയുന്നു, ഉറക്കത്തിലും എൻ്റെ കരങ്ങളിൽ ജപമാലയും അധരങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കുന്നു. In general, these days, I fall asleep with a rosary in my hands and a prayer, Hail Mary, on my lips. So I believe I'm holding Mary's hand. She's nearby.